അയ്യോ ശിവശിവ, നമ്മൾ ഉള്ള സത്യം പറയണം മാഡം. നമ്മൾ ഭഗവാനെ ഓർത്ത് ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ക്ഷേത്രം അവരുണ്ടാക്കിയ പീഠത്തിൽ അവർക്ക് ചെന്ന് ഇരിക്കാനും സാധിക്കില്ല, ഭഗവാൻ അനുമതിയില്ല ഇരിക്കാനും സാധിക്കില്ല. അത് കഴിഞ്ഞിട്ട് ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരാണ് പോലും കാണാതെ ചെയ്യാൻ ഭഗവാന്റെ അനുമതിയോടെ, ഞങ്ങൾ ഭഗവാന്റെ അനുമതിയോടെയാണ് ഓരോന്ന് ചെയ്തത്. ഓരോ യാമപൂജ കറക്റ്റാക്കി, പിന്നെ അത് കഴിഞ്ഞിട്ട് രാമമുഹൂർത്തം കറക്റ്റാക്കി, പിന്നെ തിരുവാതിര നക്ഷത്രം കറക്റ്റാക്കി. രാമമുഹൂർത്തം എന്നല്ലേ അമ്മ ഉദ്ദേശിച്ചത്? രാമമുഹൂർത്തം അല്ലേ? അതെ, അതെല്ലാം കറക്റ്റാക്കി, തിരുവാതിര നക്ഷത്രം കറക്റ്റാക്കി. ധനുമാസത്തിലെ തിരുവാതിര കലണ്ടർ എടുത്തോണ്ടോ കാണിച്ചു കൊടുക്കും. പക്ഷെ ധനുമാസത്തിലെ തിരുവാതിര ഇന്നലെ ആയിരുന്നു. ധനുമാസ തിരുവാതിര 11:15 അമ്മയും അനിയനും അത് കാണുന്നു. 12 മണിയോടുകൂടി സനന്ദൻ വരുന്നു. പിന്നെ രാവിലെ 3:30 മണി വരെ ഈ വിവരം വേറെ ആരെയും അറിയിച്ചില്ല. അതെന്താണമ്മ വേറെ ആരെയും അറിയിക്കാതിരുന്നത്? അവിടെ വാർഡ് മെമ്പറുടെ അടുത്തെങ്കിലും പറയായിരുന്നു. അപ്പൊ അവര് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കരുത്തായി. സത്യം പറയാല. പറഞ്ഞോളൂ. നമ്മള് ഭഗവാന്റെ ക്ഷേത്ര ജോലിക്കാരാണ്. നമുക്ക് ഒന്നിന് കഴിയില്ലെങ്കിൽ കൈലാസം നമ്മൾ കൂടെ ഉണ്ട്. ഒന്ന്. രണ്ടാമത്തെ ക്ഷേത്രം ഞങ്ങൾ 10-25 വർഷത്തെ ഇതാണ് ക്ഷേത്രത്തിൻ്റെ പരിപാടികൾ നടത്തിക്കൊണ്ടിരുന്നത്. കൈലാസ ശിവരൂപം അറിയോ? ഹിന്ദു ആണെങ്കിൽ മനസ്സിലാകും.